ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ്. സമയം ഇപ്പോൾ ഏകദേശം വൈകിട്ട് 6 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വൈകിട്ട് വീട്ടിൽ നിന്ന് സ്കൂട്ടർ എടുത്ത് ഇറങ്ങിയതാണ്. നമ്മളതാ ഏകദേശം പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ എത്താറായി. ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും പറശ്ശിനിക്കടവ് വളവട്ടണം പുഴയുടെ തീരത്ത് തന്നെ വൈകിട്ട് നല്ല ലൈറ്റൊക്കെ അലങ്കൃതമായിട്ട് പറശ്ശിനിക്കടവ് അമ്പലം അങ്ങനെ ദൂരെ നിന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. അതും അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നൈറ്റ് വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലെത്തിയ പറശ്ശിനിക്കടവ് അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാനമായും ആരാധിക്കുന്നത് മുത്തപ്പനെയാണ്. മുത്തപ്പൻ എന്ന് പറയുമ്പോൾ ശിവനും വിഷ്ണുവും ചേർന്ന രൂപം. ഇവിടെ നായ്കൾക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. അതായത് മുത്തപ്പൻ്റെ വാഹനം നായയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പിന്നെ പ്രസാദമായിട്ട് പയറും ഉണക്കമീൻ വറുത്തതൊക്കെ കിട്ടും. ഇവിടുത്തെ അന്നദാനം വളരെ പ്രശസ്തമാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് പണ്ട് കാലത്ത് പറശ്ശിനിക്കടവിനടുത്ത് സമ്പന്നമായ ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസവും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന്. അങ്ങനെയിരിക്കെ അവിടുത്തെ അമ്മ ഒരു ദിവസം കാട്ടിൽ പോയപ്പോൾ ആ കാട്ടിൽ ഒരു ചെറിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിനടുത്ത് തേജസ്സോടെ തിളങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞിനെ അവർ കണ്ടു. ആ കുഞ്ഞിനെ കൂട്ടായി ഒരു നായയും കിടക്കുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം നിറഞ്ഞു. അവൾ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ദൈവം തന്ന സമ്മാനമാണെന്ന് അവർ വിശ്വസിച്ചു. കുഞ്ഞങ്ങനെ വളരാൻ തുടങ്ങി. പക്ഷെ അവൻ സാധാരണ കുട്ടിയായിരുന്നില്ല. വേട്ടയാടാൻ പോകും, മീനും ഇറച്ചിയും കഴിക്കും, താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടുത്തെ അച്ഛൻ അവൻ മീൻ കഴിക്കുന്നത് കണ്ടു. അതിൽ കോപം കൊണ്ട് അച്ഛൻ അവൻ ശകാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അവൻ്റെ വിശ്വരൂപം കാണിച്ചു എന്നാണ് ഐതിഹ്യം. ആ വിശ്വരൂപം എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും ചേർന്ന ഒരു അവതാരമാണ്. അങ്ങനെ മുത്തപ്പൻ ശിവനും വിഷ്ണുവും ചേർന്ന തൻ്റെ ഒറിജിനൽ രൂപം മാതാപിതാക്കളെ കാണിച്ച ശേഷം കാട്ടിലേക്ക് മടങ്ങിയെന്നാണ് ഐതിഹ്യം. കാട്ടിൽ നിന്നും കിട്ടിയ കുട്ടി അങ്ങനെ മുത്തപ്പനായി. പിന്നീട് തെയ്യം രൂപത്തിൽ ജനങ്ങൾക്ക് ദർശനം നൽകി. ഇന്നും പറശ്ശിനിക്കടവിൽ ആ ദൈവം ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നാണ് വിശ്വാസം. കാട്ടിൽ നിന്നും കിട്ടിയ കുട്ടി അങ്ങനെ ഇന്ന് ആയിരങ്ങൾ വിശ്വസിക്കുന്ന മുത്തപ്പനായി.